ചൂടോടെ പുകയുന്ന ചായക്കപ്പിലെ ആവിയേക്കാൾ വേഗത്തിൽ പത്തനംതിട്ടയിൽ രാഷ്ട്രീയ ചർച്ചകൾ പടരുകയാണ്. വികസനവും വിവാദങ്ങളും ഒരുപോലെ തിളയ്ക്കുന്ന ഈ ചായക്കടകളിൽ ഇത്തവണ പോരാട്ടം വ്യക്തിപരമാണ്. രാഷ്ട്രീയ അഭിപ്രായങ്ങളിൽ വിട്ടുവീഴ്ചയില്ലാത്ത രണ്ട് ചങ്ങാതിമാരും അവർ തമ്മിലുള്ള കൗതുകകരമായ ഒരു വാതുവെപ്പുമാണ് ഇപ്പോൾ ഈ നാടിന്റെ സംസാര വിഷയം. പത്തനംതിട്ടയിൽ രാഷ്ട്രീയ ചർച്ചകൾ ചൂടേറുമ്പോൾ വലിയ ചർച്ചാ വിശേഷങ്ങൾ നടക്കുന്ന തുമ്പമൺ ടീ സ്റ്റോളിലാണ് ഞാനിപ്പോൾ ഉള്ളത്. ഈ ടീ സ്റ്റോളിലെ ചർച്ചാ വിഷയങ്ങളിലേക്ക് നിങ്ങളെ ഞാൻ കൊണ്ടുപോവുകയാണ്. പത്തനംതിട്ടയുടെ ഈ കൊച്ചു ചായക്കടയിലെത്തുന്ന ഓരോരുത്തരുടെയും അവസ്ഥ പുറത്തു തിളയ്ക്കുന്ന ആ ചായ പോലെ തന്നെയാണ്. അത്രമേൽ ചൂടുപിടിച്ച ചർച്ചകൾ. ഇവിടെയാണ് രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്ന ആ രണ്ട് ചെങ്ങാതിമാരുള്ളത്. പത്തനംതിട്ടയുടെ സ്വന്തം ബാബു ഉണ്ണിയും. പതിറ്റാണ്ടുകളുടെ സൗഹൃദമുണ്ടെങ്കിലും രാഷ്ട്രീയത്തിന്റെ പടിവാതിക്കൽ ഇവർ രണ്ടുപേരും എതിർചേരികളിലാണ്. കടുത്ത UDF അനുഭാവിയായ ഉണ്ണിയും വിട്ടുവീഴ്ചയില്ലാത്ത LDF പ്രവർത്തകരായ ബാബുവും തമ്മിലുള്ള വാക്പോരുകൾ ഈ കടയിലെ പതിവ് കാഴ്ചയാണ്. ചൂടുള്ള ചായ പോലെ തന്നെ ചൂടുള്ള രാഷ്ട്രീയവുമാണ് ഇവിടുത്തെ ചർച്ചാ വിഷയം. രാഷ്ട്രീയത്തിനൊപ്പം തന്നെ വാതുവെപ്പ് നടന്ന കേന്ദ്രമാണ് ഈ ചായക്കട. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ ആവേശകരമായ വാതുവെപ്പ് ഈ സുഹൃത്തുക്കൾ ഇത്തവണയും മറന്നിട്ടില്ല. അന്ന് തുടങ്ങിയ വാശി പുതിയ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതോടെ കൂടുതൽ കരുത്തോടെ തിരിച്ചെത്തിയിരിക്കുകയാണ്. സ്ഥാനാർത്ഥി പ്രഖ്യാപനം മുതൽ ഭൂരിപക്ഷം വരെയുള്ള കാര്യങ്ങളിൽ ഇരുവരും വെല്ലുവിളികൾ ഉയർത്തിക്കഴിഞ്ഞു. തോൽക്കുന്നവർ എന്ത് ചെയ്യണമെന്ന കാര്യത്തിലും ഇത്തവണ കൃത്യമായ ധാരണയാണ് ഉള്ളത്. ഇതോടെ വോട്ടർമാരുടെ മനസ്സറിയാനുള്ള ഒരു പ്രധാന വേദിയായി ഈ ചായക്കട മാറിക്കഴിഞ്ഞു. അതെല്ലാം പിന്നെ മാറി പറയാം. ഈ പബ്ലിസിറ്റി ആയിട്ട് ഈ ഗാന്ധി പ്രതിമയുടെ അവിടെ വെച്ച് UDF വന്നാല് ഞാൻ മുട്ടയടിക്കും, LDF വന്നാൽ ഉണ്ണിയേട്ടൻ മുട്ടയടിക്കും. സത്യം സത്യം സത്യം. സംസ്ഥാനത്തെ രാഷ്ട്രീയ കാലാവസ്ഥ പത്തനംതിട്ടയിലെത്തുമ്പോൾ അത് കേവലം വോട്ടുകളിൽ മാത്രം ഒതുങ്ങുന്നില്ല. ഇതുപോലെയുള്ള ചെറിയ ചായക്കടകളും അവിടുത്തെ സാധാരണക്കാരായ മനുഷ്യരും നടത്തുന്ന ഇത്തരം വെല്ലുവിളികൾ ജനാധിപത്യത്തിന്റെ യഥാർത്ഥ പ്രതിഫലനമാണ്. ബാബുവിനും ഉണ്ണിക്കും ഇത് വെറുമൊരു പന്തയമല്ല, മറിച്ച് തങ്ങൾ വിശ്വസിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തോടുള്ള കൂറുകൂടിയാണ്. ആര് ജയിച്ചാലും ആര് തോറ്റാലും പത്തനംതിട്ടയിലെ ഈ കൂട്ടുകാരുടെ വാതുവെപ്പ് ചർച്ചാ വിഷയം തന്നെയാണ്. ഇനി തെരഞ്ഞെടുപ്പ് കഴിയേണ്ടിയിരിക്കുന്നു ആരാണ് വിജയ് എന്നുള്ളത്. ക്യാമറമാൻ അനസ് സമാനൊപ്പം വിഷ്ണു പുതുശ്ശേരി, മീഡിയ 1 പത്തനംതിട്ട. എന്തായാലും പത്തനംതിട്ടയിൽ ഈ കാഴ്ച പോലെ നമ്മുടെ നാട്ടിലൊക്കെ ഇത്തരം കാഴ്ചകൾ ഉണ്ടാകും. രണ്ട് പാർട്ടികളിലൊക്കെ വിശ്വസിക്കുന്ന ആളുകൾ തമ്മിലുള്ള തർക്കമൊക്കെ പതിവായി തുടങ്ങിയിട്ട് പ്രത്യേകിച്ച് നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള ഒരുക്കങ്ങൾ, അതുമായി ബന്ധപ്പെട്ടുള്ള സ്ഥാനാർത്ഥി നിർണയ ചർച്ചകളിലേക്കൊക്കെ കടന്നതോടുകൂടെ സാധാരണക്കാരായ ആളുകളും അത്തരം ചർച്ചകളിലേക്കൊക്കെ കടക്കുന്നു. അത് ശ്രദ്ധിക്കാൻ തുടങ്ങുന്നു എന്നുള്ളത് കൂടിയാണ്.